എടപ്പാൾ പെരുമ്പറമ്പ് പോൽപ്പാക്കര പാറപ്പുറം കാലടി കാവിൽപ്പടി മേഖലകളിൽ വീടിന്റെ ജനൽ തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയും കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കുകയും ചെയ്ത് പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ കള്ളനെ പൊന്നാനി പോലീസ് കണ്ടെത്തി. നിരവധി മോഷണം പിടിച്ചുപറി കേസുകളിലെ പ്രതിയായ കാഞ്ഞിരമുക്ക് പത്തായി നെടുമ്പുറത്ത് ഭാസ്കരന്റെ മകൻ റിബിൻ രാജ് എന്ന സീൻ രാജാണ് പോലീസിന്റെ പിടിയിലായത്. എടപ്പാൾ മേഖലയിൽ പുലർച്ചെ നടത്തിയ കളവ് കേസുകളിലെ പ്രതിയെക്കുറിച്ച് പോലീസ് വ്യാപക അന്വേഷണം നടത്തിയതിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും മോഷണം നടന്ന വീടുകളിലെ ദൃക്സാക്ഷികളിൽ നിന്നും കിട്ടിയ വിവരങ്ങളിൽ നിന്നും പുറകിൽ ലൈറ്റ് ഓഫ് ചെയ്ത ഒരു നീല സ്കൂട്ടിയിൽ എത്തുന്ന കറുത്ത് തടിച്ച ആളാണ് മോഷ്ടാവി എന്ന നിഗമനത്തിലെത്തിയത് പ്രകാരം പോലീസ് രാത്രികാലങ്ങളിൽ ബൈക്ക് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കി പ്രതിയെ നിരീക്ഷിച്ചു വരവേ കാവിൽപ്പടിയിൽ വീട്ടിൽ ജനാല വഴി ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം എടപ്പാൾ പഴയ ബ്ലോക്കിനടുത്ത് ഒരു വീട്ടിൽ ജനാല വഴി രണ്ടാം മോഷണത്തിന് ശ്രമിച്ച മോഷ്ടാവ് വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രതിയുടെ സ്കൂട്ടിയുടെ താക്കോൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വാഹനം സമീപത്ത് കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച ശേഷം പരിസരത്തെ പ്രകാശൻ എന്നയാളുടെ വീട്ടിൽ നിന്നും ബുള്ളറ്റ് മോഷണം ചെയ്ത് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്കൂട്ടറിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് പ്രകാരം അന്വേഷണം ഊർജിതമാക്കിയത് മനസ്സിലാക്കി പ്രതി ഒളിവിൽ പോകുകയായിരുന്നു. ശേഷം ബാംഗ്ലൂരിലും പഴനിയിലും എറണാകുളത്തെ വിവിധ സ്ഥലങ്ങളിലുമായി പ്രതി ഒളിവിൽ കഴിഞ്ഞു വരവേ തൃശൂർ ചാലക്കുടിയിൽ പ്രതി താമസിക്കുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസ് ചാലക്കുടിയിലെത്തിയെങ്കിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു. പിന്നീട് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ പ്രതി എടപ്പാളിലെത്തി രാത്രിയിൽ എടപ്പാൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് മോഷണം നടത്തി കടന്നുകളഞ്ഞു. പിന്നീട് ഈ മോഷ്ടിച്ച ബുള്ളറ്റുകൾ എടപ്പാൾ പരിസരങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്ന് ഇയാൾ പൊന്നാനി കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ ചോദ്യം ചെയ്തതിൽ പൊൽപ്പാക്കര റിജോയിയുടെ വീടിന്റെ ജനൽ തിക്കിത്തുറന്ന് പുലർച്ചെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ ദേഹത്തെ 3 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസ്, പാറപ്പുറം കാലടി വില്ലേജ് ഓഫീസിനടുത്തുള്ള യമുന എന്ന സ്ത്രീയുടെ ദേഹത്തു നിന്നും പുലർച്ചെ വീടിന്റെ ജനൽ തുറന്ന് 1.5 പവൻ സ്വർണം കവർന്ന കേസ്, കാവിൽപ്പടി അനിൽകുമാറിന്റെ വീടിന്റെ ജനൽ തിക്കി തുറന്ന് ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ 3.5 പവൻ സ്വർണം കവർന്ന കേസ്, എടപ്പാൾ പഴയ ബ്ലോക്കിൽ വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് കളവ് നടത്തിയ കേസ്, എടപ്പാൾ ഹോസ്പിറ്റലിൽ നിന്നും പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് കളവ് നടത്തിയ കേസ്, കാലടിയിൽ വില്ലേജ് ഓഫീസിനടുത്ത് വിവാഹം നടന്ന വീട്ടിൽ ജനൽ തുറന്ന് ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ 1.5 പവൻ കൈച്ചെയിൻ മോഷണം നടത്തിയ കേസ്, കാലടിയിൽ ജനൽ തിക്കി തുറന്ന് ഉറങ്ങിക്കിടന്ന യുവതിയുടെ ശരീരഭാഗങ്ങളിൽ പിടിച്ച് മാനഹാനി വരുത്തിയ കേസ്, നിരവധി വീടുകളിൽ ജനലിലൂടെ ഒളിഞ്ഞു നോക്കിയും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയും മറ്റുമുള്ള പരാതികളും എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് പ്രതി റിബിൻ രാജിനെ സംഭവസ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കൃത്യടുത്ത SI-മാരായ RU അരുൺ, പ്രവീൺകുമാർ, ASI-മാരായ മധുസൂദൻ, സനോജ്, എലിസബത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.